നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ വേഗം എണീറ്റ് ഡ്രസ്സൊക്കെ മാറി മുണ്ടൊക്കെ ഉടുത്ത് റെഡിയായി. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, ഒരു സ്റ്റോപ്പ് ഇട്ടു, ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അച്ഛൻ ചെറുപ്പത്തിലെ ജനിച്ച് വളർന്ന സ്ഥലമാണ് രായമംഗലം. അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു അമ്പലമുണ്ട്, കൂട്ടുമടം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ന് തൈപ്പൂയ ആയ കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാട്ടോ കാവടിയൊക്കെ ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. ബിക്കോസ് എപ്പോഴും ഫോട്ടോസും വീഡിയോസിലൊക്കെ കണ്ട ഒരു കാര്യമായിരുന്നു കാവടി എടുക്കുന്നതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു. ക്യൂ ഉണ്ടായിരുന്നു, വലിയ ക്യൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രദക്ഷിണമൊക്കെ വെച്ച് വന്നു കേട്ടോ. തൈപ്പൂയത്തിൻ്റെ ദിവസം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിൽ പോകാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛനൊരു നെൽപ്പര നിറച്ചു. ഇന്നത്തെ ദിവസം പറ നിറയ്ക്കുന്നത് ഭയങ്കര പ്രാധാന്യപ്പെട്ടൊരു കാര്യമാണ്. അത് കണ്ടപ്പോൾ മിഥുനും ഒരു നെൽപ്പര നിറയ്ക്കണമെന്ന് തോന്നി. ശരിക്കും ഇന്നാട്ടോ ഞാൻ മനസ്സിലാക്കിയ ഓരോ പറ നിറയ്ക്കുന്നതും അതിനൊരു ഡിഫറെൻ്റ് അർത്ഥമുണ്ട്. നെൽപ്പര നിറയ്ക്കുന്നത് ഫുൾ ഫാമിലിയുടെ ഒരു വെൽബീയിങ്ങും ഫുൾ ഫാമിലിയുടെ പ്രോസ്പെറിറ്റിക്ക് വേണ്ടിയാണ്. എന്തുമാത്രം കടകളാണ് ഈ ഉത്സവപ്പറമ്പിലുള്ള കടകൾ കാണാൻ, എന്തു ഭംഗിയാണ്. ഞാൻ നാട്ടിലേക്ക് അത്രയധികം ചെറുപ്പത്തിലൊന്നും വരാത്ത കാരണം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അമ്മയൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ കുറേ കമ്മലും വളയും അങ്ങനത്തെ കടകളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ, ഈ ചിന്തിക്കട എന്നൊക്കെ പറയും. പക്ഷേ അത് കണ്ടപ്പോൾ എന്നെ ഭയങ്കര ക്രേസായിരുന്നു. കമ്മലും വളയും മാലയും, മൈ ഗോഡ്, കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. അതുമാത്രമല്ല കുറേ ടോയ്സിൻ്റെ കടകളും ഉണ്ടായിരുന്നു. അപ്പം മിത്തുവും വെച്ച് പിടിച്ചു. അപ്പം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പെട്ടെന്നുള്ളൊരു അമ്പലം വിസിറ്റ്.